മുഖ്യമന്ത്രിയും കേന്ദ്ര ധനമന്ത്രിയായിട്ടുള്ള കൂടിക്കാഴ്ചയാണ് പുതിയ ചർച്ചാ വിഷയം. ഇവിടെ ഇത്രയും പ്രശ്നങ്ങൾ നടക്കുമ്പോ നമ്മുടെ മുഖ്യമന്ത്രി കേന്ദ്രത്തിൽ പോയി ചർച്ച നടത്തുന്നു. പൊളി എന്ന് വിചാരിക്കാൻ വരട്ടെ, അവിടെ പോയത് പുട്ടടിക്കാനാണ്. കൂരായണം എന്ന് അവതരിപ്പിക്കുന്ന കഥയുടെ പേര് പുട്ടടി മുഖ്യമന്ത്രിയിലെ. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയനും ധനമന്ത്രി നിർമ്മല സീതാരാമനും കൂടി കേരള ഹൗസിൽ കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ടായിരുന്നു. അതും ഗവർണറുടെ സാന്നിധ്യത്തിൽ. അത് ഇത്ര പെട്ടെന്ന് കൂട്ടായ? ചിലപ്പോ കേരളത്തിന്റെ അവകാശങ്ങളെ കേന്ദ്രം നിഷേധിച്ചത് ചോദ്യം ചെയ്യാൻ പോയതായിരിക്കും അല്ലേ? ഇരട്ടച്ചങ്കം മാസം തന്നെ. ഡൽഹി കേരള ഹൗസിൽ വെച്ച് മുഖ്യമന്ത്രിയും ഗവർണറും കേന്ദ്ര ധനമന്ത്രിയും തമ്മിലുള്ള കൂടിക്കാഴ്ച CPM BJP ബന്ധത്തെ ഊട്ടി ഉറപ്പിക്കുന്നതിനാണ്. ഈ കൂടിക്കാഴ്ചയുടെ വിശദാംശങ്ങൾ പുറത്തുവിടണം. കേന്ദ്രത്തിനെതിരെ ഒരു വശത്ത് സമരവും മറുവശത്ത് സഹകരണവും എന്ന ഇരട്ടത്താപ്പ് നയമാണ് CPM എല്ലാ കാലവും കാത്തു സൂക്ഷിച്ചിട്ടുള്ളത്. CPM-ഉം BJP-യും തമ്മിൽ കൂട്ടുകെട്ടാണ്. എന്തിനാണ് സുധാകരൻ ഇങ്ങനെയൊക്കെ പറയണത്? ഇപ്പോഴത്തെ ഏറ്റവും ലേറ്റസ്റ്റ് വിഷയം ആശാവർക്കർമാർ തൊട്ട് കുറെ കാര്യത്തിൽ നമുക്ക് കേന്ദ്രത്തിൽ നിന്ന് പണി കിട്ടിയതല്ലേ? ചിലപ്പോ മുഖ്യമന്ത്രി അതൊക്കെ ചോദ്യം ചെയ്യാൻ പോയതായിരിക്കും അല്ലേ CM? എന്തോന്നും മിണ്ടാത്തത്? ഇപ്പൊ വലിയ മിണ്ടാട്ടൊന്നുമില്ലെങ്കിലും നിയമസഭയിലെ നേതാക്കന്മാര് ചോദിക്കുമ്പോ മറുപടി പറയണല്ലോ. അങ്ങനെ അവസാനം അത് സംഭവിച്ചു. സഭയില് മുഖ്യമന്ത്രി മനസ്സ് തുറന്നു. ഞാനൊരു ചർച്ചയ്ക്കും പോയതല്ല, ഞാന് കേന്ദ്രമന്ത്രിയുടെ കൂടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയതാണ്. ഇന്നലെ മുഖ്യമന്ത്രി കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രിയുമായി കോർപ്പറേറ്റ് വകുപ്പ് മന്ത്രിയുമായും ആയ നിർമ്മല സീതാരാമനെ കേരള ഹൗസിൽ വെച്ച് നടത്തിയ കൂടിക്കാഴ്ചയെ സംബന്ധിച്ച് ഞാൻ സഭയിൽ ഉന്നയിച്ചതിന് അദ്ദേഹം മറുപടി നൽകി. പക്ഷെ ആ മറുപടി വളരെ അവ്യക്തമായിരുന്നു. എന്തുട്ടാ അവ്യക്തം എന്റെ ചെന്നിത്തലാജി? മൂപ്പര് നല്ല വ്യക്തവും സ്പഷ്ടമായിട്ട് പറഞ്ഞല്ലോ. കുറെ നാളായി കേന്ദ്രമന്ത്രിനെ കാണണം എന്ന് വിചാരിച്ചിട്ട്. ഗവർണറുടെ കാര്യം അങ്ങനെ തന്നെ. കുറെ കാലായി ഒന്നിച്ചിരുന്നൊരു ചായ കുടിക്കണം എന്ന് വിചാരിച്ചിട്ട്. ഇപ്പോഴാണ് അതിനുള്ള സമയവും സാഹചര്യം ഒക്കെ ഒത്തുവന്നതെന്ന്. എന്താണ് കൂടിക്കാഴ്ചയിൽ സംസാരിച്ചതെന്ന് അദ്ദേഹം വ്യക്തമാക്കിയിട്ടില്ല. ഇന്നലത്തെ അദ്ദേഹത്തിൻ്റെ മറുപടിയോടുകൂടി ദുരൂഹത കൂടുതൽ വർദ്ധിച്ചിരിക്കുകയാണ്. ഇതേ സംബന്ധിച്ച് ഗവർണർ ഒരു അഭിപ്രായം ഇതുവരെ പറഞ്ഞിട്ടുമില്ല. അതിലിന് കൂടുതൽ വ്യക്തമാക്കാനൊന്നുമില്ല ചെന്നിത്തലാജി. പ്യുവർ ഫ്രണ്ട്ഷിപ്പ് അല്ലേ? എന്തായാലും നാട്ടുകാരുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് മുഖ്യമന്ത്രിക്ക് വേണ്ട ടൈം കിട്ടുന്നില്ല. അപ്പൊ പിന്നെ ഫ്രണ്ട്ഷിപ്പ് ഒക്കെ ഒന്ന് പൊടി തട്ടിയെടുക്കണതല്ലേ നല്ലത്? ഏത് സൗഹൃദമിതെന്നുമൊരു സുന്ദര കിസ, പുഴയിൽ നീന്തല് രസ. കേരളത്തിൻ്റെ ഏതെങ്കിലും അവകാശങ്ങളെപ്പറ്റി സംസാരിച്ചോ? ആവശ്യങ്ങളെപ്പറ്റി പറഞ്ഞോ? കടമെടുപ്പ് പരിധി വർദ്ധിപ്പിക്കണമെന്ന് പറഞ്ഞോ? നമ്മുടെ വയനാട്ടിലേക്ക് ഗ്രാൻഡായിട്ട് വേണം പണം തരണം എന്നുള്ളത് പറഞ്ഞോ? കാലാവധി നീട്ടുമെന്ന് പറഞ്ഞോ? ഏത് കാര്യമാണ് അദ്ദേഹം സൂചിപ്പിച്ചതെന്ന് വ്യക്തമാക്കുന്നതിന് എന്താണ് മടിക്കേണ്ട ആവശ്യം? ഇതൊന്നും സംസാരിച്ചില്ലെങ്കിലും വയറു നിറയെ കഴിച്ചിട്ട് മനം നിറഞ്ഞു പോകുന്നില്ലേ? അതിൽ കൂടുതൽ എന്തിട്ടാ വേണ്ടത്? നിർമ്മല സീതാരാമൻജി പിണറായി വിജയനോടൊപ്പം ഒരു ചായ കുടിച്ചതുകൊണ്ട് അതൊക്കെ രാഷ്ട്രീയത്തില് ഉള്ള ഒരു നടപ്പ് മര്യാദകൾ മാത്രമാണ്. അവർ കാണുന്നു, ഒരു കേട്ടസി കോൾ, ഒരു വിസിറ്റ്, ഒരു ചായ കുടി, അതിനപ്പുറം ഒന്നുമില്ല. സുരേന്ദ്രൻജി ഇത്ര സോഫ്റ്റ് ആയിട്ട് ഇതിനു മുന്നേ കണ്ടിട്ടില്ലല്ലോ. ഈ ഫ്രണ്ട്ഷിപ്പ് നല്ലോണം ഇഷ്ടപ്പെട്ടു അല്ലേ? അതെ, അതുകൊണ്ടാണ്. നേരത്തെ ആയിരുന്നെങ്കിൽ സുരേന്ദ്രൻ അങ്ങനെ പറയില്ലായിരുന്നല്ലോ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ മയപ്പെട്ടുള്ള പ്രതികരണം തന്നെ ഇതിൻ്റെ ഒരു ഭാഗം തന്നെയാണ്. എന്താണിത്? സൗഹൃദങ്ങൾക്ക് ഇവിടെ ഒരു വിലയില്ലേ? ഒരു ചായ കുടിക്കാൻ പോലുള്ള സ്വാതന്ത്ര്യം പോലും ഇല്ലേ? കാര്യം രണ്ടുകൂട്ടരും കീരിയും പാമ്പോന്ന് പറഞ്ഞെടുക്കെങ്കിലും അന്തർധാര സജീവാക്കണത് ഇത്ര വലിയ പ്രശ്നമാണോ? ദില്ലിയിലൊന്നും ഒരു ചായ കുടി ഒരു വിഷയമേ അല്ല. മന്ത്രിമാരെല്ലാവരും വന്ന് കാണുകയും ചായ കുടിക്കുകയും പോവുകയൊക്കെ ചെയ്യുന്നതാണ്. അതിനെയൊക്കെ രാഷ്ട്രീയമായിട്ട് ഇവിടെ എന്തോ കാര്യം. ഞാൻ ചോദിക്കട്ടെ, ഈ കൈകോർക്കലൊക്കെ ഇങ്ങനെ ചായ കുടിച്ചുകൊണ്ടാണ്? ആരെങ്കിലും ചായ കുടിച്ച് കൈകോർക്കോ? എന്താണ് ഈ പറഞ്ഞതിന് അർത്ഥം? അങ്ങനെ ഒരു ചായ കുടിയിൽ കേരളത്തിലെ പ്രശ്നങ്ങളെല്ലാം മറന്ന് അവർ ഒന്നിക്കുകയാണ് സുഹൃത്തുക്കളെ, ഒന്നിക്കുകയാണ്. ആരിഫ് മുഹമ്മദ് ഖാൻ ഇത് കണ്ടുപിടിക്കണട്ടാ. അല്ലാണ്ട് സർക്കാരിനോട് പിണങ്ങിയിട്ട് മുഖം വെറുപ്പിച്ച് മാറിയിരിക്കല്ല വേണ്ടത്. ഒരു പാലം അങ്ങോട്ട് ഇട്ടിട്ട് ഇതങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക, അത്ര തന്നെ. മനസ്സിലായ? ഞങ്ങളുമൊക്കെ മന്ത്രിമാരായിരുന്ന കാലഘട്ടങ്ങളിൽ മന്ത്രിമാരെ ഇവിടെ വന്ന് കാണാറുണ്ട്. പക്ഷെ അനൗദ്യോഗിക കൂടിക്കാഴ്ച അതെല്ലാം ഔദ്യോഗിക കൂടിക്കാഴ്ചകളാണ്. അപ്പൊ എന്താണ് ഈ അനൗദ്യോഗിക കൂടിക്കാഴ്ചയുടെ പ്രത്യേകത? അന്തക്കാലല്ലോ ഇന്തക്കാലം. ഇപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്യണമെന്നേ. ഏത് വിഷയത്തില് എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യണമെന്ന് നമ്മുടെ കോംറേഡ്സിന് നന്നായിട്ട് അറിയാട്ടാ. അവരാ വിഷയത്തിൽ അഗ്രഗണ്യരല്ലേ. കൈകോർക്കൽ ആര് തമ്മിലാണ്? കേരളത്തിൽ ഏത് വിഷയം നിങ്ങൾ എടുത്ത് നോക്കിയാൽ ആര് തമ്മിലാണ് കൈകോർക്കുന്നത്?
ഇവർ തമ്മിലല്ലേ, ഞങ്ങൾ തമ്മിൽ എന്ത് കൈ കോർക്കാനാ? പിണറായി വിജയനെ ആ KV തോമസ് കൂട്ടിക്കൊണ്ടുപോയി. അദ്ദേഹത്തിന്റെ ഒരു കലാപരിപാടിയാണ് ഇതൊക്കെ. KV തോമസ് ആയിരുന്നോ കൂട്ടിക്കൊണ്ടുപോയത്? അത് ശരി, ഡൽഹിയിലപ്പോ ഇതായിരുന്നല്ലേ പണി. ആശാവർക്കർമാരുടെ വിഷയത്തില് ഒന്നവിടെ ശ്രദ്ധയിൽ പെടുത്താൻ പറഞ്ഞപ്പോ എന്തായിരുന്നു, ഒക്കെ നടത്തി തരാന്ന് പറഞ്ഞിട്ട് വല്ലതും നടന്ന? അത് വിട്. എന്നിട്ട് ഈ ബ്രേക്ക്ഫാസ്റ്റ് ചർച്ച എങ്ങനെ ഉണ്ടായിരുന്നു? ബ്രേക്ക്ഫാസ്റ്റ് ചർച്ച എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചപ്പോ നല്ല ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. അപ്പൊ ഇതിന്റെ കാര്യം മാത്രമേ മനസ്സിലുള്ളൂ അല്ലെ, ചർച്ചയുടെ കാര്യം മനസ്സിലില്ല അല്ലെ? അല്ല ശരിക്കും എന്തായിരുന്നു അവിടെ അവസ്ഥ? പെട്ടെന്നുള്ള സൗഹൃദം കണ്ടോണ്ട് ചോദിച്ചാണ് കേട്ടോ. അപ്പൊ കേന്ദ്ര ധനമന്ത്രിയായിട്ടുള്ള മുഖ്യമന്ത്രിയുടെ കൂടിക്കാഴ്ച പ്രതിപക്ഷം സംശയദൃഷ്ടിയോടെയാണ് കാണുന്നത്. ആരും സംശയിക്കേണ്ട, മുഖ്യമന്ത്രി പറഞ്ഞത് ഇങ്ങനെയാണ്. അതെ, ആദ്യം ഗവർണർ ഒരു ട്രീറ്റിന് വിളിക്കുന്നു. അപ്പൊ മുഖ്യമന്ത്രി പറഞ്ഞു, ഏയ് ഞാനൊന്നുമില്ല, എനിക്ക് വരാൻ സമയമൊന്നുമില്ല എന്ന്. പക്ഷേ ഒരു പാർട്ടി പരിപാടി ഉണ്ടായിരുന്നു ഡൽഹിയിലെ, അപ്പൊ അതിന് പോവാൻ വേണ്ടിട്ട് ഫ്ലൈറ്റിൽ കയറിയിരുന്നു. അപ്പൊ ദാണ്ട്രാ ഫ്ലൈറ്റില് ഗവർണർ ഇരിക്കണു, അതും തൊട്ടടുത്ത്. അപ്പൊ പിന്നെ ഗവർണർ പരിപാടിക്ക് പോവാന്ന് ചോദിച്ചു. യാദൃശ്ചികം തന്നെ അല്ലേ? അങ്ങനെ ഗവർണറുടെ ചായ സൽക്കാരത്തിൽ ഇരിക്കുമ്പോഴാണ് മുഖ്യമന്ത്രി ഗവർണറോട് പറഞ്ഞത്, നാളെ ധനമന്ത്രിയുടെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് മീറ്റിംഗ് കണ്ടിട്ട് നിങ്ങളും വായോന്ന്. അങ്ങനെ അവർ വീണ്ടും കണ്ടുമുട്ടി. പിന്നെ യാദൃശ്ചികം. ഇത് അങ്ങനെ കുറെ ആൾക്കാര് നീലത്താർപ്പയും കസേരയും കാണുമ്പോ കുറ്റിയും പറിച്ചു പോന്നോളൂ, ഇഡ്ഡലിയും സാമ്പാറും കേട്ടാ. ഈ സിറ്റുവേഷനില് മുഖ്യമന്ത്രിയും കേന്ദ്രമന്ത്രിയും തമ്മിൽ അനൌദ്യോഗിക കൂടിക്കാഴ്ച നടത്തിയതില്, നോട്ട് പോയിന്റ്, അനൌദ്യോഗിക കൂടിക്കാഴ്ച നടത്തിയതില് പ്രതിപക്ഷം ശക്തമായി വിമർശനം ഉന്നയിക്കുകയാണ്. അവർ കൊണ്ടുപിടിച്ച ചർച്ച നടത്താണ്. അപ്പോഴും തൊട്ടപ്പുറത്ത് പുട്ടുണ്ട്, കടലുണ്ട്, അപ്പുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നടക്കാണ്. അതെ, എല്ലായിടത്തും കയറി ഇറങ്ങി സൗഹൃദ സന്ദർശനമൊക്കെ നടത്തി പുട്ടടിച്ച് കഴിഞ്ഞെങ്കിൽ ഇവിടെ കുറേ പ്രശ്നങ്ങളുണ്ട്. അതും കൂടി ഒന്ന് കേന്ദ്രത്തിന്റെ ശ്രദ്ധയിൽ പെടുത്തിയിട്ടുണ്ടെങ്കിൽ വലിയ ഉപകാരം. പിന്നെ പാർട്ടിയിലെ പ്രശ്നങ്ങൾ തന്നെ സോൾവ് ആക്കാൻ നേരില്ല, എന്നിട്ടാണ് നാട്ടുകാരുടെ പ്രശ്നം. പാർട്ടിയിലെ പ്രശ്നം എന്ന് പറഞ്ഞപ്പോഴാണ് വേറൊരു കാര്യം ആലോചിച്ചത്. ചെങ്കൊടിക്ക് താഴെ ഭയങ്കരമായ പ്രശ്നങ്ങൾ നടക്കാണ് ഗൈസ്. CPM സംസ്ഥാന സമ്മേളനത്തിന്റെ ഹൈലൈറ്റ് എന്തിട്ടായിരുന്നു? അതെന്തൊട്ട് ചോദ്യാണല്ലേ. നവകേരള രേഖ തന്നെ. ഞങ്ങൾ ഉണ്ടാക്കിയ നവകേരള രേഖ സൂപ്പർ തന്നെയെന്നല്ലേ അവരെന്നെ പറയണത്. അതിനകത്ത് നവകേരള സൃഷ്ടിക്കായുള്ള യാത്ര ശരിയായ പാതയിൽ തന്നെയാണ് എന്നതാണ് പൊതുവിൽ സമ്മേളനം വിലയിരുത്തിയത്. അതെ, പക്ഷെ സമ്മേളനത്തിനെത്തിയ പ്രതിനിധികൾ അങ്ങനെയല്ല വിലയിരുത്തിയത്. നാട്ടാറ്റിൽ നിന്ന് കാശ് പിരിച്ചിട്ട് വികസനം കൊണ്ടുവരാൻ ഏത് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയിലാണ് പറഞ്ഞിരിക്കണെന്നാണ് പ്രതിനിധികൾ വെട്ടി തുറന്നു ചോദിച്ചത്. നമ്മുടെ നാടിൻ്റെയും അനുഭവം അത് തന്നെയാണ്. എന്നാൽ നവകേരള സൃഷ്ടിക്കായുള്ള പുതുവഴികൾ നാം സ്വീകരിക്കേണ്ടതുണ്ട് എന്ന് ഇതിന്റെ ഭാഗമായി തന്നെ കണ്ടു. അതായത് നമ്മുടെ ലാഭത്തിന് വേണ്ടി പുതിയ വഴി സ്വീകരിക്കാന്നേ. അതിന് പാർട്ടി നയം ഒന്നും നോക്കേണ്ട കാര്യമില്ല. പാർട്ടി നയം നോക്കിയിട്ടാണോ ബ്രൂവറി കൊണ്ടുവരാൻ പോണത്, ലോട്ടറി പ്രോത്സാഹിപ്പിക്കണത്, AI കൈയടിക്കണത്? നാടോടുമ്പോ നടുവേ ഓർഡർ മിച്ചർ. അതാണ് പാർട്ടിക്ക് പറയാനുള്ളത്. നമുക്ക് ആവശ്യമുള്ള വിഭവം സമാഹരിക്കണം എന്ന കാര്യം പൊതുവായിട്ട് അംഗീകരിക്കുകയാണ്. പിന്നെ എന്തൊക്കെ ഏതൊക്കെ മേഖലയിൽ എങ്ങനെയൊക്കെ എന്നുള്ളതെല്ലാം വിശദാംശങ്ങളായിട്ട് അതിന്റെ പ്രായോഗിക തലത്തിൽ വരുമ്പോഴേ പറയാൻ സാധിക്കുള്ളൂ. ഇപ്പോൾ ഒരു നിലപാട് നയം അംഗീകരിക്കുന്നു എന്ന് മാത്രമേ. ഇവിടെ ഒരു പ്രശ്നമില്ല. ഇവിടെ നയങ്ങളൊക്കെ എല്ലാവരും കൈയടിച്ച് പാസ്സാക്കിയിട്ടുണ്ടെന്നാണ് ഗോവിന്ദ മാഷ് പറയുന്നത്. അതൊരു പ്രത്യേകതരം ഐക്യത്തോടെയുള്ള പാസ്സാക്കലായതുകൊണ്ടാണല്ലോ ഇപ്പോഴും അവിടെ പ്രശ്നങ്ങൾ ഇങ്ങനെ പകഞ്ഞുകൊണ്ടിരിക്കുന്നത്. CPIന്റെ മുഖപത്രം പീപ്പിൾസ് ഡെമോക്രസിയിൽ വന്ന പുതിയ ലേഖനം കണ്ടില്ലേ? ഈ നവകേരള നയരേഖ നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല കേട്ടാ. പുതിയ നയമാറ്റം അംഗീകരിക്കാൻ പറ്റില്ല എന്ന് അതിൽ വെണ്ടയ്ക്ക അക്ഷരത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഇതുകൊണ്ടൊന്നും തീർന്നില്ല. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ വനിതാ പ്രാതിനിധ്യം കുറഞ്ഞു പോയെന്നും പാർട്ടിക്കകത്തൊരു ടോക്കുണ്ട്. അത് വേറൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. പക്ഷെ നിങ്ങൾ ചോദിച്ച ചോദ്യമായി അതിന് ബന്ധമില്ല. അത് മണൽഖണ്ഡുമായി ബന്ധമില്ല. ആ ചേരിയിൽ നല്ല വിഷമവും നല്ല പ്രതിഷേധവും ഉണ്ട്. അതുകൊണ്ടാണല്ലോ വനിതാ പ്രാതിനിധ്യം കുറഞ്ഞു പോയത് പ്രധാനപ്പെട്ട വിഷയമാണെന്ന് പറഞ്ഞത്. അത് വേറൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. ഇഷ്ടക്കാർക്ക് മാത്രം അവസരം കൊടുത്ത് ബാക്കിയുള്ളവരെ നൈസായിട്ട് വിട്ടുമ്പോ എതിർപ്പിന്റെ സ്വരം പല സൈഡിൽ നിന്നും വരൂട്ടാ. സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് പുറത്തു പോകുക പാർട്ടി പറഞ്ഞത്, തൽക്കാലത്തേക്ക് മാറ്റി നിർത്തുന്നു. പുറത്താക്കിയതല്ല, മാറ്റി നിർത്തിയതാണെന്ന്. പിന്നല്ല, ഇവിടുത്തെ പുരുഷ കേസരികളൊക്കെ കഴിഞ്ഞിട്ട് മതിയിട്ടാ സ്ത്രീകൾക്ക് അവസരം കൊടുക്കല്. പാർട്ടി തീരുമാനിക്കട്ടെ. ഞാൻ മഹിളാ സംഘടനയുടെ സ്റ്റേറ്റ് പ്രസിഡന്റ് അല്ലയോ, അഖിലേന്ത്യാ സമ്മേളന പ്രതിനിധിയാണ്. അപ്പൊ പാർട്ടി തീരുമാനിക്കും. പാർട്ടി തീരുമാനിച്ചു. ഏതൊക്കെ പൊസിഷനിൽ ഇരുന്നിട്ടുള്ള ആൾക്കാരാണെങ്കിലും അങ്ങ് സംസ്ഥാന സെക്രട്ടേറിയറ്റില് സ്ത്രീകളുടെ എണ്ണം താഴ്ന്നു നിന്നാ മതിയിട്ടാ. ഇനി ആ വിഷയത്തിൽ ആരെങ്കിലും എന്തെങ്കിലും എതിർപ്പ് ഉയർത്താനാണ് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ മാറ്റി നിർത്തലല്ല, പിടിച്ച് പുറത്താക്കി കളയും. എല്ലാരും വായു. സ്ത്രീ സമത്വത്തിനും സ്ത്രീ സ്വാതന്ത്ര്യത്തിനും വേണ്ടി നമുക്ക് വനിതാ മതിൽ പോലുള്ള പരിപാടികളൊക്കെ സെറ്റാക്കണ്ടേ സഖാക്കളെ?